ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 33. നമ്മളിന്ന് ഇന്ദ്രപർവ്വതത്തിലെ 3-ാമത്തെ അധ്യായമായിട്ട് 9-ാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത്. അതിൽ ഉള്ള മന്ത്രങ്ങളാണ്. ഇതിലെല്ലാം ഇന്ദ്രനെ പറ്റിയുള്ള പരാമർശങ്ങളാണ്. കാരണം നമ്മൾ എന്ത് യജ്ഞം നടത്തുമ്പോഴും ആ യജ്ഞത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. കാരണം സയൻസ് മാത്രം കൊണ്ട് പ്രപഞ്ചം ഉണ്ടാവില്ല, സയൻസ് കൊണ്ട് ഒന്നും ഉണ്ടാവില്ല, ഒരു പാചകക്കുറിപ്പ് കൊണ്ട് ഒന്നും ഉണ്ടാവില്ല. അതുണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില പ്രേരക ശക്തികൾ ഉണ്ടാകും. ഉദാഹരണമായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ തന്നെ വെണ്ടയ്ക്ക് ഇതുമെല്ലാം ഇട്ടിട്ട് ചൂടാക്കിയാൽ സാമ്പാറാവുന്നെല്ലാം അറിയാമെങ്കിലും അതെല്ലാം ആരെങ്കിലും ഒരാളെടുത്ത് മുറിച്ച് തറച്ച് എല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ മാത്രമേ അത് സാമ്പാറാവുകയുള്ളൂ. അപ്പോൾ ഒരാൾ വേണം ഏകോപിപ്പിക്കാൻ. അതേപോലെ തന്നെയാണ് ആ പാത്രത്തിൻ്റെ അകത്ത് വെണ്ടയ്ക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ചൂടാക്കിയത് കൊണ്ട് മാത്രം അത് സാമ്പാറാവില്ല. സാമ്പാറാണ്ടിക്ക് അതിൻ്റെ അകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ളൊരു ശക്തിയുണ്ട്, അതാണ് ഇന്ദ്രൻ. അപ്പം അങ്ങനെയുള്ള ഈ ഒരു ഇന്ദ്രനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ആ ഇന്ദ്രനാണ് അതിനെ ഏകോപിപ്പിച്ച് സാമ്പാറാക്കുന്നത്. ആ ഇന്ദ്രൻ പക്ഷെ എങ്ങനെയാ അത് സാമ്പാറാക്കുകയുള്ളൂ? ആ ചെയ്യേണ്ട പാചകക്രമം അനുസരിച്ച് കൊടുത്താലേ ഇന്ദ്രന് സാമ്പാറാക്കുകയുള്ളൂ. അല്ലാതെ വെണ്ടക്കക്ക് വരുമ്പോൾ ഒരു മരത്തിൻ്റെ കമ്പ് ഉരുളക്കിഴങ്ങിന് പകരം കുറച്ച് കല്ലും എല്ലാം വാരിയിട്ടിട്ട് ഇന്ദ്രനോട് സാമ്പാറാക്കുന്നു പറഞ്ഞാൽ ഇന്ദ്രൻ സാമ്പാറൊന്നും ആക്കില്ല. അപ്പോൾ അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു ശക്തിവിശേഷം അതിനെ ഏകോപിപ്പിക്കും. അത് ആ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ശക്തിവിശേഷമാണ്. അതിനെയാണ് ഇന്ദ്രനായിട്ട് കാണേണ്ടത്. അപ്പം എല്ലാ കർമ്മത്തിലും ആ സിസ്റ്റത്തിൻ്റെ അകത്ത് അതിനെ ഏകോപിപ്പിക്കുന്ന, ഇന്ന് ആധുനിക കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോസസ്സർ എന്നെല്ലാം പറയും, അതിൻ്റെ അകത്ത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ഏത് കർമ്മത്തിൻ്റെ അകത്തും ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. അങ്ങനെ നമുക്ക് 313 നോക്കാം. പ്രകാശിക്കുന്നതും പശുവിനയ്യാൽ സംസ്കരിച്ചതുമായ സോമത്തിൽ ഇന്ദ്രൻ അതീവ താല്പര്യം കാണിക്കുന്നു. അപ്പം ഇന്ദ്രൻ ഏതിലാണ് താല്പര്യം കാണിക്കുക? അപ്പോൾ ഒരു രാസപ്രവർത്തനം, നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യേണ്ടി അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം. ഉദാഹരണമായിട്ട് ഒരു വീട് വെക്കുമ്പോൾ അവിടെ മേസ്ത്രിയാണ് ഏകോപിപ്പിക്കുന്നത്. മേസ്ത്രി എപ്പോഴാണ് നല്ല വീടുണ്ടാക്കി തരുക? നമ്മൾ നല്ല കല്ലും നല്ല മണലും നല്ല സിമെൻറ്റും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, നല്ല ജോലിക്കാരിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മേസ്ത്രി നല്ല വീടുണ്ടാക്കി തരും. എല്ലാവരും തല്ലിപ്പൊളി കല്ലും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആകുകയും ക്വാളിറ്റി അനുസരിച്ച്. അതുപോലെ ഇവിടെ പറയുകയാണ് പ്രകാശിക്കുന്നത്. പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അത്രയും ആക്റ്റീവായിട്ടുള്ള നെയ്യിൽ സംസ്കരിച്ച്, പശുവിൻ്റെ നെയ്യിൽ സംസ്കരിച്ച് എന്നിവിടെ പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പശുവിൻ്റെ നെയ്യിൽ എന്നെല്ലാം പറയുകയാണ്. അതായത് കൊടുക്കുന്ന വസ്തു നല്ല മൂല്യമുള്ള വസ്തുക്കളാണെങ്കിൽ, നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ചോറുണ്ടാക്കാനാണെങ്കിൽ, ഞാൻ ഈ ചോറ് പറയുന്നത് എന്തുകൊണ്ടാണ്? സാധാരണക്കാരൻ അത് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ജലമുണ്ടാവും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? വളരെ കുറച്ച് പേർക്ക്. അതുകൊണ്ടാണ് ഈ ചോറ് എന്ന് പറയുന്നത്. അതുപോലെ ഇവരും പശുവിൻ നെയ്യ് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ സാധാരണ പാചകം ചെയ്യുമ്പോൾ അതിൽ വിലയുള്ള സാധനങ്ങളാണ് പശുവിൻ്റെ നെയ്യ്. അതായത് അത്രയും ശ്രേഷ്ഠമായത് എന്ന അർത്ഥത്തിലെടുക്കണം. അത്രയും ശ്രേഷ്ഠമായ സംസ്കരിച്ചതുമായ ശുദ്ധീകരിച്ചതുമായ സോമം. സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ കൊടുക്കുന്ന സാധനത്തിനാണ് സോമം എന്ന് പറയുന്നത്. പരിപ്പ് കറി വെക്കാനാണെങ്കിൽ പരിപ്പും പിന്നെ തേങ്ങയോ അതും ഇതുമെല്ലാം സോമം.
ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഐറ്റം നല്ല ശുദ്ധമായതും നല്ല ക്വാളിറ്റി ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിൽ അതീവ താല്പര്യം കാണിക്കും. ഇന്ദ്രനാണല്ലോ അതിനെ ഏകോപിപ്പിച്ചിട്ട് സാധനമാക്കി മാറ്റി തരുന്നത്. യജ്ഞത്തിലൂടെയും സ്തുതികളിലൂടെയും ഇന്ദ്രനെ ഞാൻ സമീപിക്കുന്നു. അപ്പം നമ്മൾ ഇന്ദ്രനാണ് നമ്മളെ യജ്ഞങ്ങളെ പൂർത്തീകരിച്ചിട്ട് നമുക്ക് വേണ്ട സാധനമാക്കി തരുന്നത്. അതിന് നമ്മൾ എന്ത് വേണം? യജ്ഞത്തിലൂടെ ഇന്ദ്രൻ. യജ്ഞം ചെയ്താലേ ഇന്ദ്രൻ വരുള്ളൂ. കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ വന്നിട്ട് ഇന്ദ്രൻ വന്നിട്ട് നമുക്ക് ചോറൊന്നും ഉണ്ടാക്കി തരില്ല. നമ്മൾ മെനക്കെട്ട് സാധനങ്ങളെല്ലാം കൊടുത്താലേ ഇന്ദ്രൻ എന്ത് ചെയ്യുള്ളൂ. അപ്പം യജ്ഞം ചെയ്യണം സ്തുതികളിലൂടെ. സ്തുതി എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദമന്ത്രങ്ങൾ. വേദം എന്താണ്? ജ്ഞാനം. അപ്പം ജ്ഞാനമടങ്ങിയ വരികൾ, അതാണ് സ്തുതികൾ എന്ന് പറയുന്നത്. അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപിക്കണം, യജ്ഞം ചെയ്യണം. അത് തന്നെ ശാസ്ത്രീയമായി നമ്മൾ ചെയ്യുമ്പോൾ ഇന്ദ്രനെ നമ്മൾ സമീപിക്കണം. സോമത്തിൻ്റെ മതത്തിലാണ് സ്തോത്രം കൂടുതൽ പ്രായോഗികമാകുന്നത്. സോമത്തിൻ്റെ മതം പൊട്ടിയ സോമം എന്ന് പറഞ്ഞാൽ അത്രയും ആക്റ്റീവായിട്ടുള്ള സോമങ്ങളാണെങ്കിൽ ആ പ്രവർത്തനങ്ങളും വളരെ വേഗത്തിൽ നടക്കും. അങ്ങനെയുള്ള ആക്റ്റീവായിട്ടുള്ള വസ്തുക്കളാണ് ആസിഡ്, ബേസ് എന്നെല്ലാം ഉള്ളത്. ഇപ്പം ആസിഡും ബേസും എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രവർത്തനങ്ങൾ നടക്കും. അതുകൊണ്ട് തന്നെയാണ് ഇറച്ചി വേവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുളിനാരങ്ങയെല്ലാം ഒഴിക്കും, അല്ലെങ്കിൽ തൈരിടും. തൈര് പുളിയാണ്. പുളിയുള്ള വസ്തുക്കൾ എന്താക്കും? ആസിഡാണ്. അതിനെ വളരെയധികം ആക്റ്റീവാക്കും, പെട്ടെന്ന് അതിനെ വേവാൻ സഹായിക്കും. അതുകൊണ്ടാണ് സോമത്തിൻ്റെ മതത്തിലാണ് നമ്മൾ ചേർക്കുന്ന വസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് സ്തോത്രം കൂടുതൽ പ്രായോഗികമാകുന്നത്. അപ്പോൾ എപ്പോഴും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മൾ ആക്റ്റീവായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തികൾ, കർമ്മങ്ങൾ ചെയ്യണം. ഉദാഹരണമായിട്ട് അരി തന്നെ നല്ല അരി വെച്ചാൽ പെട്ടെന്ന് വേവ് കിട്ടും. ചില മുരടൻ അരിയാണെങ്കിൽ അതുപോലെ ഇരിക്കും. അപ്പം ആ സോമത്തിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനമാണ്. ഇനി 314 എന്താണ് പറയുന്നത് നോക്കാം. ഇന്ദ്രൻ മരുത്തുക്കളോടൊത്തു വരുന്നു. ഇവിടെ മരുത്തുക്കൾ എന്ന് പറയുന്നത് ഗ്രഹങ്ങളാണ്. അതായത് 47 മരുത്തുക്കൾ കൂടിയതാണ് ഈ പ്രപഞ്ചം. ആ മരുത്തുക്കളിലുള്ളതാണ് ഈ സൂര്യനും നമ്മളെ ഗ്രഹങ്ങളും എല്ലാം. അപ്പം മരുത്തുക്കൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഗോളങ്ങൾ എന്ന അർത്ഥത്തിൽ പൊതുവായിട്ട് എടുക്കാം. അതായത് ജ്യോതിഷം, അതായത് ശരിയായ സമയത്ത് ആണ് യജ്ഞങ്ങൾ നടത്തേണ്ടത്. എല്ലാ യജ്ഞം ചെയ്യാനും ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് അത് ചെയ്യണം. ഉദാഹരണമായിട്ട് ഒരു ചെടി നടുകയാണെങ്കിൽ, ആ വിത്ത് നടുകയാണെങ്കിൽ വിത്തിനെ മുളപ്പിച്ച് വരുന്നത് ഇന്ദ്രനാണ്. അപ്പം വിത്ത് മുളപ്പിച്ച് വരണ്ടിച്ചിട്ട് അതിന് നല്ല ചെടി, പൂവും കായെല്ലാക്കുന്നത് ഇന്ദ്രനാണെങ്കിലും അവിടെ കാലാവസ്ഥ, സീസൺ, ഗ്രഹങ്ങളുടെ കിടപ്പ് ശരിയല്ല എങ്കിൽ ഇന്ദ്രൻ വിചാരിച്ചാൽ, ഇപ്പം നെല്ല് നടാൻ ഒരു സീസണുണ്ട്, പച്ചക്കറികൾ നടാൻ പറ്റിയ സീസണുണ്ട്, ഓരോന്നും നടാൻ ഓരോ സീസണുണ്ട്. ആ സീസൺസ് എല്ലാത്ത സമയത്ത് കൊണ്ട് നട്ട് കഴിഞ്ഞാലും ഇന്ദ്രൻ അതിനെ മുളപ്പിച്ചിട്ട് പൂവെല്ലാം ഉണ്ടാക്കാൻ നോക്കും. പക്ഷേ വലിയ ഗുണമുള്ള പൂവൊന്നും കിട്ടില്ല. അപ്പോൾ ഇന്ദ്രനും മരുത്തുക്കളും ഗ്രഹങ്ങളും ചേർന്നാണ് യജ്ഞത്തിന് വരുന്നത്. അപ്പോൾ അത് രണ്ടും ഒത്തുവരണം. അപ്പോൾ ഞങ്ങൾ പൂർണ്ണ സുരക്ഷിതരാകും. അപ്പോഴാണ് നമ്മളുടെ യജ്ഞം പൂർണ്ണമാകുന്നത്. ഇപ്പം ഗ്രഹങ്ങൾ, അതായത് നമ്മൾ ഈ ചെയ്യുന്ന യജ്ഞങ്ങൾ, ഉദാഹരണമായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ തന്നെ രാവിലെ എണീച്ചപ്പാട് തുണി തിരുമ്പാനൊന്നും ആരും പോവില്ല. രാവിലെ എണീപ്പിച്ചാൽ ചായയും മറ്റേ ദോശയും ഇതെല്ലാം ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. എന്നിട്ട് ഏകദേശം സൂര്യൻ ഉദിച്ച് ചൂട് വരുന്ന സമയമാണ് നമ്മൾ തുണിയായിട്ട് ഇറങ്ങുക, അലക്കിയിട്ട് വെയിലത്തിടാൻ വേണ്ടിയിട്ട്.
അല്ലാതെ നന്നാ രാവിലെ കയറിയിട്ടേ സന്ധ്യാസമയം ആരെങ്കിലും തുണി തിരുമ്പാൻ പോവോ? ഇല്ല. അപ്പം എല്ലാത്തിനും ഗ്രഹങ്ങളുടെ കിടപ്പ് ഒരു പ്രധാന ഘടകമാണ്. ആ ഗ്രഹങ്ങൾ, അതായത് മരുത്തുക്കളും ഇന്ദ്രൻ തന്നെയാണ് തുണി ഉണക്കുന്നത്. വെയിലത്തിട്ടാൽ ചൂടിനെ എടുത്തുകൊണ്ട് വെള്ളത്തെ ബാഷ്പീകരിച്ച്, പക്ഷേ ഇന്ദ്രൻ നമ്മൾ സന്ധ്യക്ക് പോയി തുണി അലക്കിയിട്ട് വെയിലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇന്ദ്രൻ ഭയങ്കര പാട് കിട്ടും. നേരെ മറിച്ച് ഉച്ചക്കായിരുന്നുവെങ്കിൽ വേഗം ഉണക്കിത്തരും. അപ്പോൾ നമ്മൾ ഇന്ദ്രനും മരുത്തുക്കളും ഒന്നിച്ചു വരുമ്പോൾ ഞങ്ങൾ സുരക്ഷിതരാകും. ഇന്ദ്രൻ അപ്പോൾ നമുക്ക് ധനം ചൊരിയും. ധനം ചൊരിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫലം കിട്ടും, നല്ല ഫലം കിട്ടും. ഇപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ, ഇപ്പോൾ രാവിലെ നമ്മൾ യജ്ഞം ചെയ്യുമെന്ന്, രാവിലെ ഒരു ഹോട്ടലിൽ തുടങ്ങിയിട്ട് ചിക്കൻ ഫ്രൈയും പൊറോട്ടയും ഉണ്ടാക്കി ആരാ കഴിക്കുക? ധനം കിട്ടില്ല. ചിക്കൻ ഫ്രൈയും പൊറോട്ടയെല്ലാം ചിലപ്പോൾ എപ്പോഴാണ് വൈകുന്നേരമാണ് അധികം ചിലവാകുക. ഉച്ചക്ക് ചോറാണ് ഇഷ്ടം. അല്ല രാവിലെ എല്ലാവരും ചോറ് വെച്ച് ഹോട്ടലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരാ കഴിക്കുക? അപ്പോൾ നല്ല ധനം തരും എപ്പോൾ? ഇന്ദ്രനും മരുത്തുക്കളും ഗ്രഹങ്ങളുടെ സമയം ഒത്തുവരുന്ന സമയത്ത് കർമ്മം ചെയ്താൽ ധാരാളം ധനം കിട്ടും. ഞങ്ങൾ ഒരുക്കുന്ന സോമം കുടിച്ച് അങ്ങ് സന്തോഷിച്ച് അനുഗ്രഹം ചൊരിയുക. അപ്പോഴാണ് നമ്മൾ സോമം കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കേണ്ട സാധനങ്ങൾ ആ സമയത്ത് ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിനെ ഉൽപ്പന്നമാക്കി തരും. അനുകൂലമായ സമയത്ത് ഉൽപ്പന്നമാക്കും. നമുക്കത് വിറ്റിട്ട് നല്ല ധനം കിട്ടും. നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതായത് അനുകൂലമായ സമയത്ത് വേണം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ. ഇനി 315. വെള്ളം നിറച്ച മേഘത്തെ പിളർത്തുന്നത് ഇന്ദ്രനാണ്. ആകാശത്തിൽ വെള്ളം നിറഞ്ഞ മേഘങ്ങളുണ്ട്. മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ജലങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതിനെ പിളർത്തി മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രൻ ആരാണെന്ന് പരിചയപ്പെടും. ഇന്ദ്രൻ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ചെയ്യുന്ന പോലെ ആകാശത്തിൽ മേഘങ്ങൾ, ചാർട്ടുള്ള കണങ്ങളെ കൂട്ടി യോജിപ്പിച്ച് പൊടിച്ച് എല്ലാത്തെയും ചിന്ന ഭിന്നമാക്കി മഴയായി പെയ്ക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷത്തെയാണ് നമ്മൾ ഇന്ദ്രനായിട്ട് കാണേണ്ടത്. അല്ലാതെ ആകാശത്ത് നമ്മൾ ഈ സിനിമയിലെല്ലാം ഇന്ദ്രനെ കാണുന്ന മാതിരി കുതിരപ്പുറത്ത് ഇങ്ങനെയെല്ലാം വരുന്ന മാതിരിയുള്ള രൂപമൊന്നും ആകാശത്തൊന്നും കാണാൻ പോകുന്നില്ല. ആ മഴയെ യോജിപ്പിച്ച് പെയ്ക്കുന്നതിന് പിന്നിലുള്ള ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ. കഥയിൽ പിന്നെ കുതിരപ്പുറത്ത് പോകുന്ന മാതിരിയെല്ലാം കണ്ണും മൂക്കെല്ലാം വെച്ച് അവതരിപ്പിക്കും. അപ്പം വെള്ളം നിറഞ്ഞ മേഘത്തെ പിളർത്തി മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണ്. അവനാണ് അതിനായി പ്രവർത്തിക്കുന്നത്. മഴ പെയ്യ്ക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷത്തെയാണ്. അവിടെ ഒരു കർമ്മം നടക്കുന്നുണ്ട്. മേഘങ്ങൾ കൂട്ടിമുട്ടുന്നുണ്ട്, മഴയായി പെയ്യുന്നുണ്ട്. ആ കൂട്ടിമുട്ടുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമായിട്ട് ഇന്ദ്രനെ കാണണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ശല്യമുണ്ടാക്കുന്ന മേഘങ്ങളിൽ നിന്നും ഇറ്റിറ്റ് ജലം അത് വീഴ്ത്തുന്നു. അവിടെ ശല്യം ചെയ്യുന്ന മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇടിയും കൂടിച്ചേരുമ്പോൾ ഭയങ്കര എതിർപ്പുകളെല്ലാം ഉണ്ടാകും. അതാണ് ശല്യം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇടിയും മിന്നലെല്ലാം ഉണ്ടാകുന്നത്. ഈ കൂടിച്ചേരുമ്പോൾ, ആ കൂടിച്ചേരുന്ന സമയത്ത് ഓരോന്നിനെയും കൂട്ടിയിട്ട് ഓരോ തുള്ളിയായിട്ട് വെള്ളം പെയ്യിക്കുന്നു. അങ്ങനെ എല്ലാം കൂട്ടി ചേർത്തിട്ട് ഒരു ആ തുള്ളി വെള്ളമെല്ലാം കൂടിയിട്ടാണ് വലിയൊരു മഴയായിട്ട് പെയ്യുന്നത്. അതിനെ തടയുന്ന അസുരരെ നശിപ്പിച്ച് നിരവധി മേഘങ്ങളെ പൊഴിക്കുന്നു. അപ്പോൾ അവിടെ ഒരു തടയുന്ന ശക്തി വിശേഷമുണ്ട്. ആ തടയുന്ന ശക്തി വിശേഷമാണ് അതിനെ പെയ്യാതെ ഇത്രയും കാലം അവിടെ പിടിച്ചു വെച്ചത്. അപ്പോൾ അത് കൂടിച്ചേരാതിരിക്കാനുള്ള ഏതോ ഒരു ഫോഴ്സ് അവിടെയുണ്ട്. അതിനാണ് അസുരർ എന്ന് പറയുന്നത്. നമ്മൾ ആകാശത്ത് നോക്കിയിട്ട് പറയുന്നത് എന്തപ്പോൾ മഴ പെയ്യാതെ മേഘമുണ്ടല്ലോ, പെയ്യുന്നില്ലല്ലോ. പിന്നെ ആ ഏതോ ഒരു ശക്തി വിശേഷം അതിനെ കൂടിച്ചേരുന്നതിന് തടസ്സപ്പെടുത്തി നിർത്തുന്നുണ്ട്. ആ ശക്തി വിശേഷത്തെയാണ് അസുരൻ എന്ന് പറയുന്നത്. ആ ശക്തി വിശേഷത മാറ്റുമ്പോഴാണ് അവ കൂടിച്ചേരുകയും മഴയായിട്ട് വരുന്നത്. ആ ശക്തി വിശേഷത്തെ
അങ്ങനെ തടസ്സം നിർത്തുന്ന ആ ശക്തിവിശേഷത്തെ മാറ്റുന്ന ശക്തിയെയാണ് ഇന്ദ്രനെന്ന് പറയുന്നത്. ഇനി 316. ഇന്ദ്രൻ സോമരൂപസ്തുതിയാൽ വാഴ്ത്തപ്പെടുന്നു. സോമവും അതിനനുസരിച്ച ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോമം കൊടുക്കുമ്പോഴാണ് ഇന്ദ്രൻ വാഴ്ത്തപ്പെടുന്നത്. ഏതുപോലെ നമ്മളിപ്പോൾ മേസ്ത്രിക്ക് നല്ല മെറ്റീരിയൽസ് എല്ലാം കൊടുത്തിട്ട് മേസ്ത്രീൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മേസ്ത്രി നല്ല ഭംഗിയിൽ വീടുണ്ടാക്കി തരും. ഇപ്പം കാണുന്നവരെല്ലാം പറയും, ആ മേസ്ത്രി കൊള്ളാം, നല്ല, നമ്മൾ കൊടുത്തത് നമ്മളെയല്ല പറയുക, ആ മേസ്ത്രീൻ്റെ നല്ല കരവിരുത് എന്ന് പറയും. അതുപോലെ സോമവും നല്ല ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ നല്ല രുചിയുള്ള സാമ്പാർ ഉണ്ടാക്കി തരും. നല്ല സാധനങ്ങളെല്ലാം, സാമ്പാർ പൊടിയെല്ലാം നല്ലതാണെങ്കിൽ തിന്നുമ്പോൾ ആൾക്കാരെന്ത് പറയും? ഇന്ദ്രൻ കൊള്ളാം, നല്ല ഭയങ്കര പാചകക്കാരൻ എന്ന് പറയൂല. കാരണം എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിൽ കളിക്കുന്ന ശക്തിവിശേഷത്തെ സാധാരണ ജനത്തിന് മനസ്സിലായിട്ടില്ല. അവരെന്ത് പറയും? ആ ഉണ്ടാക്കിയ ആളെ കൈപ്പുണ്യം എന്ന് പറയും. അതാരണം ഉണ്ടാക്കിയത്, അവർ നല്ല കൈപ്പുണ്യം എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ സയൻസിലൂടെ ചിന്തിക്കുമ്പോൾ ഈ വെണ്ടയ്ക്കെല്ലാം ഇട്ട് കൊടുക്കുക മാത്രമേ ഉണ്ടാക്കുന്ന ആൾ ചെയ്തിട്ടുള്ളൂ. ഇന്ദ്രനാണ് അതിൻ്റെ അകത്തിരുന്നിട്ട് ഇതിനെയെല്ലാം നല്ല സാമ്പാറാക്കി മാറ്റിയത്. അപ്പം ഇന്ദ്രനെ വാഴ്ത്തപ്പെടുത്തുന്നു. ആര് ഇന്ദ്രനെ വാഴ്ത്തും? ഈ വേദം പഠിച്ചവർ. ആ ഉണ്ടാക്കിയ സ്ത്രീനെയല്ല പറയുക, ഇന്ദ്രനെയാണ് വാഴ്ത്തുക. ആ സ്തുതിയുടെ ബലത്താൽ അങ്ങ് ഞങ്ങൾക്ക് ധാരാളം ധനം നൽകി അനുഗ്രഹിക്കുന്നു. ആ സ്തുതിയുടെ അത്രയും നല്ല ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ സമീപിച്ചാൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? ധാരാളം ധനം നമുക്ക് നൽകി അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ചില ചായക്കടയിൽ ഭയങ്കര തിരക്കായിരിക്കും, അവിടുത്തെ ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവിടെ എന്തോ ഒരു ടെക്നോളജി ഉണ്ടാക്കുന്നതിൽ അതിൻ്റേതായ ഒരു ടെക്നോളജിയുണ്ട്. അത് ഈ ഉണ്ടാക്കുന്ന പാചകക്കാരൻ്റെ ആണെങ്കിലും നമ്മളെ വീക്ഷണത്തിൽ അതിൻ്റെ അകത്തുള്ള ഇന്ദ്രൻ ആ ടെക്നോളജി ആയതുകൊണ്ടാണ് അത്രയും നല്ല ചായയാക്കി മാറ്റുന്നത്. എല്ലായിടത്തും ഇന്ദ്രൻ തന്നെയാണ് ചായ ഉണ്ടാക്കുന്നത്. എല്ലാവരും ചായപ്പൊടി ഇടും, വെള്ളത്തിൽ ചായപ്പൊടി ഇടും, തിളക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ രാസപ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് അത് ചായയായി മാറും. അതിനെ ചെയ്യുന്നത് അവിടെ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രനാണ്. പക്ഷേ എല്ലാ കടയിലെയും ചായ ഒരേപോലെയല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഇന്ദ്രൻ അവിടെ പ്രശംസിക്കപ്പെടുന്നത്? അവിടെ അയാൾക്ക് അതിൻ്റെ അകത്ത് ഒരു ടെക്നോളജി ഉണ്ട്. അതിനാണ് ശ്രേഷ്ഠമായ സ്തുതി. ശ്രേഷ്ഠമായ സ്തുതിയിലൂടെ നിങ്ങൾ ഇന്ദ്രനെ സമീപിച്ചാൽ ഇന്ദ്രൻ ഞങ്ങൾക്ക് ധാരാളം ധനം നൽകും. അപ്പം ചില കടകളിൽ ചില ഭക്ഷണം സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവും. നമുക്ക് ഒരു മത്സ്യക്കറി എന്ന് വെച്ചോളൂ. ചില കറി നമ്മൾ പറയും അവിടുത്തെ മത്സ്യക്കറി നല്ലതാണ്, നമുക്ക് അവിടെ പോകാമെന്ന് പറയും. എന്തുകൊണ്ടാണ്? എല്ലാവരും മത്സ്യക്കറി തേങ്ങയും കറി ഇതെല്ലാം ഇട്ടിട്ട് തന്നെ മത്സ്യക്കറി ഉണ്ടാക്കുന്നു. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ്? അവിടെ എന്തോ ടെക്നോളജിയിൽ വ്യത്യാസമുണ്ട്, ഉണ്ടാക്കുന്ന പ്രൊസീജിയറിൽ എന്തോ വ്യത്യാസമുണ്ട്. അതിനാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അയാളുടെ കയ്യിലിരിക്കും ആ ടെക്നോളജി. ആ ടെക്നോളജി ആകുമ്പം ഇന്ദ്രൻ ആരാണ് ഇതിനെ നല്ലൊരു മത്സ്യക്കറിയാക്കുന്നത്? ഇന്ദ്രനാണ്. അപ്പം ഇന്ദ്രൻ എന്ത് ചെയ്യും? നല്ല കറിയാക്കി തരും. അതിലൂടെ നമുക്ക് ഇഷ്ടംമാതിരി ആ കടക്കാരന് ധനം കിട്ടും. അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ ആഗ്രഹിച്ച ധനം നേടുന്നു. അപ്പോൾ ആഗ്രഹിച്ച നമ്മളെല്ലാം ഇപ്പോൾ ഒരു ഹോട്ടലിലെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഇടാതെ എന്തുകൊണ്ടാണ്? അവിടെയുള്ള കുക്ക് ശരിയല്ല എന്ന് പറയും. ആളൊരിക്കൽ കഴിച്ചാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരില്ല. പക്ഷെ കുക്ക് നല്ലതാണെങ്കിൽ ആൾക്കാർ അവിടെ തടിച്ചു കൊടുക്കും. കുക്ക് നന്നാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടെക്നോളജി ഉണ്ട്. അവിടെ ഉണ്ടാക്കുന്ന ആ സാധനത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഇന്ദ്രന് നല്ല ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ്, ഒരു സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു സ്തുതിയുടെ അടിസ്ഥാനത്തിലാണ്, ഇല്ലേ ഒരു പാചക ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഇന്ദ്രനെ സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? നല്ല ഭംഗിയിൽ അത് ഉണ്ടാക്കിത്തരും. നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം ഇത്രയാണ്. എന്തും നല്ല ഐറ്റം, ഉപയോഗിക്കുന്ന ഇൻപുട്സ് വളരെ നല്ലതായിരിക്കണം, ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നന്നായിരിക്കണം, ചെയ്യുന്ന സാഹചര്യം നല്ലതായിരിക്കണം, നല്ല സീസൺസിൽ ചെയ്യണം. എല്ലാ കർമ്മം ഇപ്പം ചെടി നടുകയാണെങ്കിൽ അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക ഏറ്റവും നല്ല ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലെ ശക്തിവിശേഷം അതിനെ നല്ലൊരു പ്രൊഡക്റ്റാക്കി തീർത്തും നമ്മൾ ഉന്നതിയും നേടും. ഇനി 317 പ്രാപിക്കുവാനാകുന്ന ധനം ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ വലത് കരം ഗ്രഹിക്കുന്നു. പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതായത് നമുക്ക് ധനം നേടാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇന്ദ്രനെ സമീപിക്കുന്നു. അല്ലാതെ വെറുതെ ഇന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് ഇന്ദ്ര എനിക്കൊന്ന് ഉണ്ടാക്കിത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ തന്നെയാണ് അതിന് വേണ്ട സാധനങ്ങൾ കൊടുക്കേണ്ടത്. നമ്മൾ വേണ്ട സാധനം കൊടുക്കാതെ ഒരു മരുന്നുണ്ടാക്കണം എന്ന് വെച്ചോ, ഇന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് ഇന്ദ്ര ഇതാ പിടിച്ചോ, അല്ലേ പാത്രത്തിലാണല്ലോ ഇന്ദ്രനുള്ളത്, സങ്കല്പത്തിൽ എടുക്കണം അവിടെ ഇന്ദ്രൻ ഇരിക്കുന്നതെന്ന്. എല്ലാ ഇൻഗ്രീഡിയൻസും കൊടുക്കാതെ കുറച്ച് സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് ഇതാ ഇന്ന് ചവനപ്പാശ ഉണ്ടാക്കിത്താന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ധനം, നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ധനം ആഗ്രഹിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? ഇന്ദ്രനെ യജ്ഞത്തിലൂടെ സമീപിക്കുന്നു. അതിനനുസരിച്ച ഫലം ഇന്ദ്രൻ തരും. ഉന്നതിയിലിരിക്കുന്ന അത് ഗോക്കളുടെ നാഥനാണ്. അതാണ് നമുക്ക് ഗോക്കളെ നൽകുന്നത്. ഗോക്കൾ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിൽ എടുക്കാം. പണ്ട് കാലത്ത് ധനത്തെയാണ് ഗോക്കളായിട്ട്, പണ്ട് കാലത്ത് ധനം എന്നത് ഗോ ആയിട്ട് പശുക്കളായിട്ടാണ് കണ്ടിരുന്നത് പണ്ട് കാലത്ത്. ആ അർത്ഥത്തിലെടുക്കാം. അല്ലെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഗോക്കൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺസുകളാണ്. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയും യജ്ഞം നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര വൈദ്യുതി വേണോ അതിനനുസരിച്ചിട്ടുള്ള സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിനനുസരിച്ചിട്ടുള്ള വൈദ്യുതി ഉണ്ടാക്കി തരും. ഉദാഹരണമായിട്ട് ചെറിയൊരു ഡൈനാമോ ഉണ്ടല്ലോ, സൈക്കിളിൻ്റെ പിന്നിലൊരു ഡൈനാമോ ഉണ്ടല്ലോ, അത് എത്ര വൈദ്യുതി ഉണ്ടാക്കി തരുക? ആ ചെറിയ മുമ്പിലുള്ള ബൾബ് കത്തുന്ന ലൈറ്റിന്. എന്നാൽ ഇന്നുള്ള ജനറേറ്റർ എല്ലാം ഉണ്ടല്ലോ, അത് വീട് മുഴുവൻ വെളിച്ചം ഉണ്ടാക്കി തരും. അപ്പോൾ അത് വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്, ആ ഗോക്കളുടെ ഫ്ലോ. അതിനാണ് ഗോക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉന്നതിയിൽ സ്ഥിതി ചെയ്യുന്ന അത് ഗോക്കളുടെ നാഥനാണ്. അതിലൂടെ അനേകം മനോവ്യാപാരങ്ങളെ പൂർണ്ണമാക്കുന്ന ധനം നൽകും. മനോവ്യാപാരങ്ങളെ, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. അതിലൂടെ ആ ഗോക്കളെ നേടുന്നതിലൂടെ, വൈദ്യുതി നേടുന്നതിലൂടെയാണ് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്. തിന്നാനുള്ള ചോറല്ല. നമ്മൾ ഇതുവരെ ഉദാഹരണം ചോറിനെ പറ്റി എന്ന് പറഞ്ഞത്. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വൈദ്യുതി ഉണ്ടാകുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക്സ് വേവ്സ് ഉണ്ടാകുന്നതിനെ എല്ലാം ഗോക്കളായിട്ട് ചിത്രീകരിക്കേണ്ടത്. അപ്പം അതിലൂടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, TV കാണുന്നത്, ഇതെല്ലാം ആ ഗോക്കളെ നേടിയത് കൊണ്ടാണ്, ആ വൈദ്യുതി നേടിയത് കൊണ്ടാണ്. വൈദ്യുതിയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാക്കിക്കൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ ഇന്ദ്രൻ നമ്മളെ സഹായിക്കും. ഇനി 312 ഈ പ്രേരിപ്പിക്കുന്ന യജ്ഞത്തിലൂടെ, നമ്മളാണ് ഇന്ദ്രനെ യജ്ഞത്തിലൂടെ പ്രേരിപ്പിക്കുന്നത്. ഒരു യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രൻ അവിടെ വരും. ആ ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സയൻസ് ഇന്ദ്രനെ ആ യജ്ഞം പൂർത്തീകരിക്കുവാൻ പ്രേരിപ്പിക്കും. അങ്ങനെ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഇന്ദ്രൻ ഞങ്ങളുടെ ആഹ്വാനത്താൽ എന്ന് പറഞ്ഞാൽ ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രം കൊടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്, ഈ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തരുന്ന വസ്തുക്കളെ ഇന്നതാക്കി മാറ്റുക. അങ്ങനെ അത്
നമ്മുടെ ആഗ്രഹം സാധിച്ച് നമ്മുടെ രക്ഷകരാകുന്നു. നമ്മൾ യത്നം ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇന്ദ്രനോട് നമ്മൾ സമീപിക്കുമ്പോൾ ഇന്ദ്രൻ നമ്മളുടെ രക്ഷകരായിട്ട് നമ്മുടെ കാര്യങ്ങൾ, യജ്ഞങ്ങൾ പൂർത്തീകരിച്ചു തരും. അന്നമായാലും ബലമായാലും. അപ്പോൾ എന്തെല്ലാം നമുക്ക് യജ്ഞത്തിലൂടെ നേടാം? അന്നത്തെ നേടാം, ഭക്ഷണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാം, പലതരം. ഇപ്പോൾ പൗഡറെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതെല്ലാം ചില രാസവസ്തുക്കൾ കൊടുത്തിട്ടാണ് പൗഡറാക്കി മാറ്റുന്നത്. മുഖത്തൊടുന്ന പൗഡറെല്ലാം മെഡിസിൻ ഉണ്ടാക്കുന്നില്ല, അതെല്ലാം പ്രൊഡക്ട്സാണ്. ബലം, പിന്നെയുള്ളത് ബലമാണ്. കാറിൻ്റെ അകത്ത് കാറിനെ ചലിപ്പിക്കുന്ന ബലം, ഫാനിനെ ചലിപ്പിക്കുന്ന ബലം, ഗോതമ്പ് പൊടിക്കുന്ന ബലം, ആ മെഷീനിലെല്ലാം അവിടെയെല്ലാം ബലമായിട്ടാണ് യജ്ഞത്തിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അവിടെ വൈദ്യുതിയായിരിക്കും കൊടുക്കുന്നത്. ആ വൈദ്യുതിയെ ബലമായിട്ട്, അല്ലെങ്കിൽ തീയായിരിക്കും, തീ ബലമായിട്ട് മാറും. അങ്ങനെയാണല്ലോ ട്രെയിനിൽ ആവി എഞ്ചിനെല്ലാം വർക്ക് ചെയ്തിരുന്നത്. എന്നിട്ട് എന്ത് പറയുന്നു? ബലമോ ആഗ്രഹിക്കുന്ന ഞങ്ങളെ ഗോക്കളോടുകൂടിയ തൊഴുത്തിൽ ഭാഗമാക്കുക. ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ തൊഴുത്തുകൾ എന്ന് പറഞ്ഞാൽ വൈദ്യുതി സംഭരണ കേന്ദ്രങ്ങൾ. അങ്ങനെ വലിയ വൈദ്യുതിയുടെ സംഭരണ കേന്ദ്രങ്ങൾ നമുക്കുണ്ടാക്കി തരുക എന്നാണ്. ജനറേറ്റർ പോലെയുള്ളതും, സ്വന്തമായിട്ട് ജനറേറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തരികയാണ്. അതെല്ലാം നമുക്ക് നേടിത്തരുക എന്നാണ്. അപ്പം ഗോക്കളെ ഇവിടെ നേടിത്തരുക എന്നാണ്, വൈദ്യുതി നമുക്ക് നേടിത്തരുക. ഇനി 319. 319 പറയുകയാണ് സഞ്ചരിക്കുന്ന. ആരാണ് സഞ്ചരിക്കുന്ന? സന്തോഷവും സുഖവും നൽകുന്ന. ആരാണത്? യജ്ഞസ്നേഹിയായി യജ്ഞങ്ങളെ സഹായിക്കുന്ന ഉഷസ്സിൻ്റെ രശ്മികൾ. രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ സൂര്യരശ്മികൾ നമ്മളെ നാഡികളിലൂടെ നമ്മളെ യജ്ഞത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്. ആ യജ്ഞം ചെയ്യുമ്പോൾ അവിടെ ഇന്ദ്രനും എത്തും. അപ്പോൾ ഈ ഉഷസ്സാണ് ഇന്ദ്രനെ പ്രാപിക്കുന്നത്, യജ്ഞത്തെ പ്രാപിക്കും. നമ്മളെ യജ്ഞത്തിന് പ്രേരിപ്പിക്കുകയും അവിടെ ഇന്ദ്രനെ എത്തിക്കുകയും ചെയ്യുന്നത് ഉഷസ്സാണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഗ്രഹങ്ങളെ പോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴാണ് നമുക്ക് കർമ്മം ചെയ്യുവാൻ പ്രേരണയുണ്ടാകുന്നത്. ആ ഉഷസ്സിനാണ്, ആ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പ്രകാശത്തെയാണ്, ആ രശ്മികളെയാണ്, ആ ബലങ്ങളെയാണ്, നമ്മളെ സ്വാധീനിക്കുന്ന ശക്തിവിശേഷത്തെയാണ് ഉഷസ് എന്ന് പറയുന്നത്. അത് നമ്മളെ യജ്ഞത്തിലെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ദ്രനുമായിട്ട് നമ്മൾ ചേരുന്നു യജ്ഞം ചെയ്യാൻ. അപ്പം ഇന്ദ്രനെ പ്രാപിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞങ്ങളെ ഇന്ദ്രൻ അന്ധകാരത്തിൽ നിന്നും, നമ്മുടെ അജ്ഞതയെ, അന്ധകാരത്തെ അകറ്റുന്നു. അപ്പം ഇരുട്ടിനെയും മാറ്റി ചെയ്യുന്നുണ്ട്, നമ്മൾ അന്ധകാരത്തെയും മാറ്റി നമ്മൾ ആക്റ്റീവായിട്ട് മാറുന്നു. അങ്ങനെ നമ്മളെ ബന്ധനമുക്തനാക്കുന്നു. ബന്ധനമുക്തനാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ ആ ബന്ധനത്തിൽ നിന്നും കുറച്ചും കൂടി മുക്തമായിട്ട് സ്വതന്ത്രമാകും. യജ്ഞം ചെയ്യുമ്പോൾ കുറേ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. ഒന്നും ചെയ്യാതിരുന്നാൽ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ്. നേരെ മറിച്ച് യജ്ഞം ചെയ്യുമ്പോൾ എന്തെങ്കിലും കർമ്മഫലം കിട്ടും, നമ്മൾ കുറേ സ്വതന്ത്രമാകും. ഇനി 320 സ്വർണ്ണ അന്തരീക്ഷത്തിൽ കാണുന്ന, അന്തരീക്ഷം സ്വർണ്ണമയമായിട്ട് കിടക്കുന്ന ഒരു സമയം അതേതായിരിക്കും? വരുണദേവന്റെ ദൂതനായ വരുണനാണ് മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട്, ഓർബിറ്റുകൾ കൂട്ടിച്ചേർത്തിട്ട് മഴയായിട്ട് അവിടെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഓർബിറ്റുകളാണ്. അതിനാണ് വരുണൻ എന്ന് പറയുന്നത്. അപ്പം വരുണൻ മേഘങ്ങളിലെ ജലത്തിൻ്റെ
കണങ്ങളെ അല്ലെങ്കിൽ ചാർജുള്ള കണങ്ങളെ ഓർബിറ്റിലൂടെ യോജിപ്പിക്കുമ്പോൾ വൈദ്യുതാഗ്നിയുടെ കേന്ദ്രമായ, അപ്പോഴാണ് അവിടെ വൈദ്യുതി ഉണ്ടാകുന്നത്. മേഘങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത്, വൈദ്യുതി ഉണ്ടാകുന്നത്. വരുണനാണ് ഓർബിറ്റുകളെ കൂടിച്ചേർക്കുമ്പോൾ അവിടെ വൈദ്യുതി ഉണ്ടാകും, ഇടിമിന്നൽ ഉണ്ടാകും. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ സ്വർണമയമായി മാറുന്നെല്ലാം പറയുകയാണ്. കാരണം റെയിൻബോ എല്ലാം കാണാൻ സമയത്ത്. പിന്നെയോ അന്തരീക്ഷത്തിൽ പക്ഷിരൂപത്തിൽ കാണുന്ന വർഷകാലത്ത് അന്തരീക്ഷത്തിലെ പക്ഷിരൂപത്തിലെല്ലാം മേഘങ്ങൾ ഛിന്ന ഭിന്നമായിട്ട് കിടക്കും. മേഘങ്ങളെല്ലാം മറ്റു കട്ടിയായിട്ടാണ് നിൽക്കുക. പിന്നെ കൂടി ചേരുമ്പോൾ അതെല്ലാം ഛിന്ന ഭിന്നമാകും. അത് ഒരു കവിഭാവനയിലൂടെ വർണ്ണിക്കുന്നതായിട്ട് കണ്ടാൽ മതി. എന്നിട്ട് വർഷകാലത്ത് എല്ലാ ദേശത്തെയും പരിപോഷിപ്പിക്കുന്നു. എന്നിട്ട് മഴയായി പെയ്യുമ്പോൾ ആ ദേശങ്ങൾ മുഴുവൻ എന്താവും? പരിപോഷിക്കുന്നു. അങ്ങനെയുള്ള ആ ശക്തിയായ അങ്ങയെ ഏതൊരു സ്തോതാവാണ് ആഗ്രഹിക്കാത്തത്? അത്രയും കഴിവുള്ള ആ ശക്തി വിശേഷത്തെ ആരാണ് ആഗ്രഹിക്കാത്തത്? അവിടെ ആക്ട് ചെയ്യുന്നത് ഏതെല്ലാമാണ്? വരുണൻ ആക്ട് ചെയ്യുന്നുണ്ട്, ഇന്ദ്രനാണ് മഴ പെയ്ക്കുന്നത്, ഇന്ദ്രൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ശക്തി വിശേഷത്തെ ആരാണ് ആഗ്രഹിക്കാത്തത്? എന്നിട്ട് അയാൾ അന്തരീക്ഷത്തിലേക്കാണ് നോക്കുന്നത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. അന്തരീക്ഷത്തിൽ ആരെയാണ് നോക്കുന്നത്? ഈ മഴ പെയ്യിക്കുന്ന പർജന്യനെ എന്ന് പറയാം, അല്ലെങ്കിൽ വരുണദേവനെ എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ദ്രനെ എന്ന് പറയാം. അപ്പം മഴക്കാലത്ത് മഴ പെയ്യാതിരിക്കുമ്പോൾ കർഷകര് ആകാശത്തിലേക്ക് നോക്കുന്നത് ആരെയാണ് നോക്കുന്നത്? അവിടെ ഇന്ദ്രനോ വരുണനോ അല്ലെങ്കിൽ പർജന്യനോ മഴ പെയ്യിക്കാൻ വേണ്ടി അവിടെ ഉണ്ടോ എന്ന് ആകാശത്തിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അവർ കാണാൻ മേഘങ്ങളെ കൂട്ടിച്ചേറ്റി ഇപ്പം മഴ പെയ്യുന്നു. അപ്പോൾ ആ തരത്തിൽ വേണം അതിനെ കാണാൻ. അവരുടെ പിന്നിലുള്ള ഒരു ശക്തിവിശേഷത്തെ സയൻസിലൂടെ വേണം ആ പർജന്യനെയും ഈ വരുണദേവനെയെല്ലാം നമ്മൾ ദർശിക്കാൻ. അല്ലാതെ അവിടെ നമുക്ക് കഥയിൽ കാണുന്ന മാതിരിയുള്ള വരുണൻ കുതിരപ്പുറത്തും ഇന്ദ്രൻ വേറൊരു തരത്തിൽ അതൊന്നും അവിടെ കാണാൻ പോകുന്നില്ല. ഇനി 321. വേനൻ എന്ന ഗന്ധർവൻ അന്തരീക്ഷത്തിൽ ആദ്യ ശബ്ദം ഉണ്ടാക്കുന്നു. എന്നിട്ട് അതൊരു ഗന്ധർവനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ വേനൻ എന്ന ഗ്രഹങ്ങളിൽ നിന്നും വരുന്ന രശ്മികളാണ് നമ്മളെ മനസ്സിൽ സ്വാധീനിക്കുന്നതാണ് ഗന്ധർവന്മാർ. അപ്പം അന്തരീക്ഷത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ ആ ബലങ്ങൾ നമ്മളിലേക്ക് ചൊരിയുന്നത്. അതിൽ നിന്നാണ്, അതിൻ്റെ മുഖത്തിൽ നിന്നും പ്രകടമായി ഈ ശബ്ദം, വേനന്റെ ശബ്ദം അതിൻ്റെ മുഖത്തിൽ നിന്നും പ്രകടമായി എന്ന് പറഞ്ഞാൽ ആ രശ്മികൾ, ആ വേനനിൽ നിന്ന് വരുന്ന രശ്മികൾ നമ്മിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ശരീരത്തെ തിളക്കമുള്ളതാക്കി തീർക്കുന്നത്. അപ്പോൾ ഈ ഗന്ധർവൻ കൂടുക എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മാനസികപരമായിട്ട് നമ്മൾ ഒരു ലോകത്തേക്കാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞില്ല അവർക്ക് ഗന്ധർവൻ കൂടിയിരിക്കുകയാണ്. ഒരു പ്രത്യേക പ്രായത്തിലാണ് ഇതെല്ലാം കാണുന്നത്. അപ്പം അവരുടെ ശരീരത്തിന് എന്തുണ്ടാവും? തിളക്കമുള്ളതാക്കി തീർക്കും. എന്നിട്ട് ആ പ്രായത്തിലാണ് അത് കാണുക. ഗന്ധർവൻ കൂടുക എന്നെല്ലാം പറയുന്ന ഒരു പ്രത്യേക പ്രായത്തിലാണ്. ആ പ്രായത്തിൽ അവർക്കൊരു പ്രത്യേക ശരീരത്തിനൊരു പ്രത്യേക ആകർഷണത്വം എല്ലാം ഉണ്ട്, തിളക്കമുള്ളതാക്കുന്നു എന്ന് പറയുകയാണ്. അത് ആദിത്യാദികളുടെ പ്രകാശരൂപമായ ശോഭയെ, ആദിത്യാദികളുടെ
ആ പ്രായത്തിലെ ആദിത്യാദി ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ബലങ്ങളാണ് അവരിൽ എന്തുണ്ടാക്കുന്നത്? ഗന്ധർവൻ കൂടിയ അവസ്ഥ ഉണ്ടാക്കുന്നത്. ആ രശ്മികൾ എന്തുണ്ടാക്കുന്നു? അപ്പോൾ സ്ഥാപിച്ച് അവരിൽ ശോഭയെ സ്ഥാപിച്ചിട്ട് ഉൽപ്പത്തി കാരണത്തെ നിഷ്പന്നമാക്കുന്നു. ഉൽപ്പത്തി എന്തുൽപ്പത്തി? ആ പ്രായത്തിൽ അത്തരം ചിന്തകൾ ഉണ്ടാക്കിയിട്ട് അപ്പോഴാണ് അവർക്ക് എന്തിനെ പറ്റിയുള്ള ചിന്ത വരുന്നത്? വിവാഹത്തെ പറ്റിയുള്ള ചിന്ത വരുന്നത്. അതിലൂടെയാണ് ഉൽപ്പത്തി എല്ലാം നടക്കുന്നത്. അതായത് തലമുറകൾ ഉണ്ടാകുന്നതിനെല്ലാം പ്രേരിപ്പിക്കുന്നതെല്ലാം, അതായത് വിവാഹത്തെ പ്രേരിപ്പിക്കുന്നതും അതിലൂടെ കുട്ടികൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതുമെല്ലാമായ ആ ശക്തിവിശേഷം എവിടെ നിന്നാണ് വരുന്നത്? ഗ്രഹങ്ങളിൽ, സൂര്യാദി ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന കിരണങ്ങളാണ്. അതിനാണ് ഗന്ധർവന്മാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നതും ആ ഇന്ദ്രൻ തന്നെയാണ്. ഇല്ലെങ്കിൽ ഇവിടെ വേറൊരു ഗന്ധർവൻ എന്ന പേരിൽ പറയുകയാണ്. ഇതെല്ലാം പ്രത്യേക തരത്തിലുള്ള ബലങ്ങൾ തന്നെയാണ്, നമ്മുടെ യജ്ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇനി 322 നിരവധി ശത്രുക്കളെ ഇല്ലാതാക്കിയ എല്ലാ ശത്രുക്കളെയും ഒരു യജ്ഞം നടത്തുമ്പോൾ ഇന്ദ്രനാണ് നമ്മളെ സഹായിക്കുന്നത്. ന്യൂട്ടന്റെ 3rd ലോ പ്രകാരം എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് തന്നെയാണ് ത്രിഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രജോ ഗുണമാണ് കർമ്മം ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലുള്ളത് ഇന്ദ്രനാണ്. നമ്മളൊരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. അതാണ് തമോ ഗുണം. അതാണ് അസുരന്മാർ. അപ്പോൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനെന്തുണ്ട്? ആ സിസ്റ്റത്തെ അതിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു ടെൻഡൻസി സാധാരണ അതിനുണ്ട്. അപ്പോൾ അതിനെ മറികടന്നിട്ട് വേണം നമ്മൾ കാര്യം സാധിപ്പിച്ചെടുക്കാൻ. അതിനാണ് ഇന്ദ്രൻ സഹായിക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ എന്താണ്? നിരവധി ശത്രുക്കളെ, എല്ലായിടത്തും ഈ ശത്രുക്കളെ എവിടെ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാരവെക്കുന്ന ശക്തിയുണ്ട്, ഒരു റിയാക്ഷനുണ്ട്. അതിനെ മറികടന്നിട്ട് വേണം നമ്മൾ യജ്ഞം ചെയ്യാൻ. അതിന് ഇന്ദ്രൻ എന്ത് ചെയ്യും? അപ്പോൾ ആ ശത്രുവിനെ ഇല്ലാതാക്കും. അപ്പം നിരവധി ശത്രുക്കൾ എപ്പോഴെല്ലാം യജ്ഞം ചെയ്യുമ്പോൾ അവിടെയെല്ലാം ഈ ശത്രുക്കളുണ്ട്. അതിന് ശക്തി തികഞ്ഞവനാണ് അവൻ, ഗതിവേഗമുള്ളവനാണ്. വളരെ വേഗത്തിൽ അവൻ ശത്രുക്കളെല്ലാം അടിച്ച് ഇല്ലാതെയാക്കും. വളരെ വേഗം എന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളം തിളക്കാൻ തന്നെ, വെള്ളം തിളപ്പിക്കാൻ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് അത് ചൂടാകുന്നുണ്ടായില്ല. വെള്ളം പിടിച്ചു വെക്കും. അങ്ങനെയൊന്നും ചൂട് കയറാൻ സമ്മതിക്കില്ല. പക്ഷേ അഗ്നി പ്രേരിപ്പിച്ച് ഇന്ദ്രനും എല്ലാം കൂടിയിട്ടാണ് ഗ്രാജുവലായിട്ട്. ഇപ്പം ചായ തിളച്ചിട്ടല്ലേ ചായപ്പൊടി ഇടാൻ പറ്റും. അപ്പം അത്രയും സമയം നമ്മൾ ചൂടാക്കണ്ടേ? അത്രയും നല്ല ഏറ്റുമുട്ടുകയാണ്. വെള്ളം ചൂടാൻ സമ്മതിക്കുന്നില്ല. അഗ്നി ചൂടാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പം ഇന്ദ്രനും അതിൻ്റെ അകത്തെല്ലാം കൂടി നിന്നുകൊണ്ടാണ് അതിനെ തിളപ്പിക്കുന്നത്. അപ്പം അതിന് അതിൻ്റേതായ സമയവും എടുക്കും. എന്നാലും വേഗത്തിൽ ഇന്ദ്രൻ ചെയ്യും. സ്തുതിക്ക് യോഗ്യനാണ്. അപ്പോൾ അവന് സ്തുതിക്ക് യോഗ്യനാണ്. കാരണം അവന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഉള്ളിയെല്ലാം വരട്ടുമ്പോൾ സ്തുതി. എന്താണ് സ്തുതി? സാധാരണ ഉള്ളി വരട്ടിയാൽ കുറച്ച് ചോന്ന് നിറം വരാൻ കുറേ സമയം പിടിക്കും. എന്ത് ചെയ്താൽ മതി? കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അത് ശാസ്ത്രം. സ്തുതി ഉപ്പിൻ്റെ സാന്നിധ്യത്തിൽ വേഗത്തിൽ എന്താവും? അതൊന്ന് വരട്ടി കിട്ടും. അപ്പോൾ വജ്രധാരിയായ അല്ലയോ ഇന്ദ്ര. വജ്രം എന്താണ്? എപ്പോഴും ചൂടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്ട്രക്ചറലായിട്ട് ബോണ്ടുകളെയെല്ലാം പൊട്ടിച്ചിട്ട് അത് പദം വരുത്തുന്നുണ്ട്. അതിനാണ് വജ്രവും എടുത്തിട്ട് ഇന്ദ്രൻ നടക്കുന്നത്. വജ്രം എന്ന് പറഞ്ഞാൽ ഹാർഡായ വസ്തുവാണ്. എന്തിനേയും കട്ട് ചെയ്യാൻ ഹാർഡാണ്. അതുകൊണ്ട് ഇന്ദ്രൻ്റെ കൈമേൽ ഒരു ആയുധമുണ്ട്. എല്ലാത്തിനും ഏതിനെയും മുറിക്കണ്ടെങ്കിൽ അത്രയും നല്ല ആയുധം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് വജ്രായുധം പിടിച്ചിട്ട് ഇന്ദ്രൻ വരുന്നതെന്ന് പറയുന്നത്. അങ്ങയ്ക്ക് വേണ്ടിയാണ് ധാരാളവും
പുതിയതും സുഖപ്രദവുമായ സ്തോത്രങ്ങൾ ശ്രോതാവ് ഉച്ചരിക്കുന്നത്. അപ്പം ഇന്ദ്രന് വേണ്ടി എന്ത് ചെയ്യാണ്? പുതിയ പുതിയ ശാസ്ത്ര തത്വങ്ങൾ നമ്മൾ വേഗം വേഗം പാചകം ചെയ്യാനുള്ള വഴികളെല്ലാം ഇന്ന് കണ്ടെത്തുന്നുണ്ട്. പുതിയ ഉപകരണങ്ങൾ പെട്ടെന്നായി കിട്ടും. അപ്പം അത് പുതിയ പുതിയ സുഖപ്രദമായ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്തോത്രങ്ങൾ ശ്രോതാവ് എന്ത് ചെയ്യുന്നു? ഇന്ദ്രനായിട്ട് ഉച്ചരിക്കുന്നു. ഇന്ദ്രനാണല്ലോ അവിടെ ചെയ്യുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യുക? നല്ല നല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന് എളുപ്പമായി മാറും. ചോറ് വെക്കാൻ പാത്രത്തിൽ വെള്ളം ഇട്ടിട്ട് അരി ഇട്ടിട്ട് മൂടിയും വെച്ചിട്ട് ചൂടാക്കുന്നതിന് പകരം നമ്മൾ പ്രഷർ കുക്കർ എടുത്തിട്ട് ഇന്ദ്രനോട് ഇതായി ചോറാക്കി തരണം. അപ്പോൾ ഇന്ദ്രന് സന്തോഷമായി. പക്ഷെ പുതിയ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ വേണം നമ്മൾ ഈ യജ്ഞങ്ങൾ ചെയ്യാൻ.